ഭരണകൂടത്തെ മോദിയെ മുട്ടുകുത്തിച്ച CJPയുടെ സമരം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവിശ്വസനീയമായിട്ട് തുടരുകയാണ്. അതിപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് ആളുകൾ ഉറ്റുനോക്കുന്നത് ആരാണ് CJPക്ക് പുറകിൽ കളിക്കുന്നത് എന്നുള്ളതാണ്. ഭരണകൂട അനുഭാവികൾ, മോദി അനുഭാവികൾ പറയുന്നത് ജോർജ് സോറോസ് ആണ്, പാകിസ്ഥാനാണ്, ചൈനയാണ്, അങ്ങനെ പല പല തിയറികൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. എങ്കിലും കൃത്യമായിട്ട് ആരാണെന്ന് അവർക്കും അറിയില്ല. എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും ഇതിനെ വിലയിരുത്തുന്നത്? എന്തായാലും അവിശ്വസനീയമാണ്. വെറും 3 മാസം കൊണ്ട് ഇവർക്ക് കേന്ദ്ര സർക്കാരിനെ, മോഡി സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ പറ്റി എന്നുള്ളത്. അത് 3 മാസം കൊണ്ട് അവർക്കിത് ചെയ്യാൻ പറ്റണമെങ്കിൽ ഏതോ ഒരു വലിയ വമ്പൻ ശക്തി അവർക്ക് പുറകിൽ ഉണ്ടാകില്ലേ എന്ന സംശയം സ്വാഭാവികമായിട്ടും രൂപപ്പെടും. എങ്ങനെയാണ് CR വിലയിരുത്തുന്നത്? ഒന്നാമത് നമ്മുടെ എപ്പോഴുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ സമരത്തിൽ മാത്രമല്ല, കഴിഞ്ഞൊരു 30-35 വർഷമായി നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾക്ക് ഒരു ജനകീയ വിഷയവും സമരമായി ഉയർത്തിക്കൊണ്ടുവന്ന് അതിനെ പരിഹാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അവർക്ക് ഒരു പക്ഷേ കൂലി കൂടുതലിന് വേണ്ടിയോ അല്ലെങ്കിൽ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാമെന്നല്ലാതെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ, അതിപ്പോൾ ഏറ്റവും വലിയ വിപ്ലവ കക്ഷി CPM അടക്കം ഉയർത്തി ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് സ്വാശ്രയ കോളേജിനെതിരെ വലിയ സമരം നടത്തി. അവസാനം സ്വാശ്രയ കോളേജിന്റെ നടത്തിപ്പുകാരായ അവരുടെ മക്കളൊക്കെ സ്വാശ്രയ കോളേജിൽ. അതുപോലെ നിരവധി വിഷയങ്ങൾ, ഒരു വിഷയം പോലും ജനങ്ങളുടെ വിഷയം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. കേരളത്തിൽ നിന്ന് ഞാൻ കൃത്യമായിട്ട് പറയാൻ കഴിയും, എല്ലാ വിഷയങ്ങളും കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിന്ന്, അതിൽ ബാധിക്കപ്പെട്ടവരിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങളാണ്. ഇപ്പോൾ ഒരു 50 സമരം ഞാൻ വേണ്ടി പറയാം. ഇപ്പോൾ മുത്തങ്ങയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഏതാണെങ്കിലും, ഇപ്പോൾ വാച്ചിമടയാണെങ്കിലും കരിമണലാണെങ്കിലും കേരളയിലാണെങ്കിലും ഒക്കെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളായാലും കയറി വന്നിട്ടുണ്ട്. അത് വേറൊരു ഘട്ടത്തിൽ. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് ഈ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ തോന്നുന്ന കാരണം ഒറ്റയ്ക്ക് ഇവരെ കൊണ്ട് ഇതാവില്ല എന്ന തോന്നലാണ്. എന്നാൽ അതൊരു തെറ്റിദ്ധാരണയാണ്. എഫക്റ്റഡ് ആയ ആളുകൾക്ക്, പ്രത്യേകിച്ച് യൂത്തിന്, അവരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത അസ്വസ്ഥത അവരുടെ ഉള്ളിലുണ്ട്. ഒന്ന്, ഇന്നത്തെ യൂത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ? എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി ഇടുക, പഠനം നടത്തുക, പുറത്തേക്ക് പോകുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇവിടെ നിന്നാൽ അവൻ്റെ ജീവിതം കട്ടപ്പുകയാണ് എന്നവർക്കറിയാം. അതൊരു അസ്വസ്ഥമായ അവസ്ഥയാണ്. എല്ലാവരും പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നതിന് ഒരു നാടിൻ്റെ ഏറ്റവും വലിയ ദോഷം. തൊഴിലില്ലായ്മ ഏറ്റവും കൂടിയൊരു സമയമാണ്. IT ആണ് നമ്മുടെ ഏറ്റവും ലക്ഷ്യം ഉണ്ടായിരുന്ന ഒരു മേഖല. അവിടെ തന്നെ ഇപ്പോൾ തൊഴിൽ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കോറോം ഹെൽത്ത് ഒക്കെ നമ്മൾ കണ്ടതാണ് ഇവിടെ. ഇതുപോലെ നിരവധി സ്ഥാപനങ്ങളിൽ എന്ന് പറഞ്ഞാൽ യൂത്ത് വലിയ തോതിൽ അസ്വസ്ഥമായൊരു സ്ഥലം. പക്ഷേ യൂത്തിനെ അഡ്രസ്സ് ചെയ്യാൻ നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്ക് കഴിയില്ല. അവർ പറയുന്ന പൊതു രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര സിദ്ധാന്ത ചർച്ചകളൊന്നും യൂത്തിന് പ്രസക്തമേ അല്ല. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, യൂത്തുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ തലമുതിർന്ന അമ്മാവന്മാരും അപ്പന്മാരും അമ്മമാരും ഒക്കെ പറയുന്നത് പിള്ളേർക്ക് രാഷ്ട്രീയം അറിയില്ലാണ്. സത്യത്തിൽ അങ്ങനെയല്ല. ഞാൻ യൂത്തുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അവരുടെ ഭാഷ, അവരുടെ സംഗീതം, അവരുടെ രീതി, ഇത് അവരുടെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. ആ കമ്മ്യൂണിക്കേഷൻ മെത്തേഡിൽ ഒരു സംശയവും വേണ്ട, ഇതിനേക്കാൾ വലിയ പ്രക്ഷോഭം ഇവിടെ ഉണ്ടാവും. ഇവിടെ മാത്രമല്ലല്ലോ, ലോകത്തിന്റെ പല ഭാഗത്ത് ഇത്തരം പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇവിടെ വന്നതല്ലല്ലോ. ഇപ്പൊ ഇന്ത്യയിൽ യൂത്ത് വലിയ തോതിലുള്ള ഒരു ചലഞ്ച് നേരിടുകയാണ്. ആ ചലഞ്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ഈ നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത് അതിന്റെ അവസാനത്തെ ഒരു തുള്ളി മാത്രമായിട്ട് ഞാൻ കാണുന്നത്. അതിനു മുമ്പ് നീറ്റ് പരീക്ഷ എത്ര പ്രാവശ്യം പരാജയപ്പെട്ടു. ഈവൻ +2 പരീക്ഷയിൽ പോലും കുട്ടികൾക്ക് വിശ്വാസമില്ലാത്തൊരവസ്ഥ വന്നു. UGC നെറ്റ് പരീക്ഷയിൽ വന്നു. എന്ന് പറഞ്ഞാൽ ഒരു സംവിധാനത്തിൽ വിശ്വാസമില്ലാത്ത ജനത വന്നു. അവർക്ക് ഇവിടുത്തെ ഭരണ സംവിധാനത്തിൽ മാത്രമല്ല, അവർക്ക് ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനത്തിൽ വിശ്വാസമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പോണ്ടേനിറ്റി ഉണ്ട്. മാത്രമല്ല, യൂത്തിന് എപ്പോഴും ഒരു പുതിയ ആശയം മുമ്പോട്ട് വയ്ക്കാൻ യൂത്തിന് കഴിയും. വയസ്സായ ആളുകൾക്ക് അത് കഴിയില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ അത് വേറെ ഒന്നുമല്ല, അവരുടെ കയ്യിലൊക്കെ പ്രത്യയശാസ്ത്രത്തിന്റെ ബാഗേജ് ഉണ്ട്. രണ്ടാമതൊരു കാര്യം, ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾക്ക് പറ്റാവുന്നതിന് കാര്യം വെച്ചാൽ അവർക്കൊക്കെ വാട്ടർ ബോട്ടിൽ ഉണ്ട്. എന്ന് വെച്ചപ്പോൾ കോൺഗ്രസ് ഈ സമരത്തിന് വന്നാൽ കോൺഗ്രസിന്റെ കാലത്തെ പരീക്ഷാ പേപ്പർ ചോർച്ചയുടെ കഥ BJP പറയും. CPM വന്നാൽ ഇവിടുത്തെ PSCയുടെ ചോർച്ച പറയും. എന്ന് പറഞ്ഞാൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പൻസേറ്റ് ചെയ്ത് പോകും. പക്ഷെ ഇതിൻ്റെ ഒരു ബാഗേജും ഇല്ലാത്ത ആളുകളാണ് യൂത്ത്. അതുകൊണ്ട് അവർ പറഞ്ഞു, അവർ വിശ്വസ്തതയുണ്ട്, അവർക്ക് സ്പെസിഫിക് ടാർഗറ്റ് ഉണ്ട്, അവർ കൃത്യമായ ഒരു മുദ്രാവാക്യം നോൺ വയലൻസ് ഉണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഭരിക്കുന്നത് മോഡിയാണോ അല്ലെങ്കിൽ കേരളം ഭരിക്കുന്നത് സതീശനാണോ അല്ലെങ്കിൽ പിണറായി ആണോ എന്ന് അവർക്കൊരു വിഷയമല്ല. അവർ ആ വിഷയം മുന്നോട്ട് വെച്ചു. ആ സമരവുമായി മുമ്പോട്ട് പോയി. ഇത്തരം സമരങ്ങൾ ലോകത്ത് ജയിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ നോക്കുന്നത്? മുമ്പിൽ നിൽക്കുന്നവര് യോഗ്യതയില്ലാത്തവരാന്നുള്ളതുകൊണ്ടാണ്. അഭിജിത്ത് DK അടക്കമുള്ള ആളുകൾ ഇവർക്കൊന്നും കൊള്ളാത്തവരാ, ഞങ്ങൾ ആരെങ്കിലും വലിയ ആള് വരാൻ ഈ ഒരു മനുഷ്യനും ഒരു സമരവും ജനകീയമായി നയിച്ചിട്ടില്ല അവിടെ. പിന്നെ ഇവരെങ്ങനെ പിന്നിലുള്ള ആളെ നോക്കണേ? ആർക്കാ അതിന് ശേഷിയുള്ളത്?
രതീഷ് ഭായി, ഇവിടെ CR ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് എന്തുകൊണ്ട് ഇത് മറ്റു പാർട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വോട്ടർ ബോട്ടറി ഉണ്ട്, അവർ കുറ്റാരോപിതരാണ്. രാഹുൽ ഗാന്ധിക്ക് ഇത് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം കോൺഗ്രസിന്റെ കാലത്ത് നിരവധിയായിട്ടുള്ള ചോദ്യപേപ്പർ ലീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അതിന് ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതാണ്. എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? യൂത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് പറ്റുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇതിനു മുമ്പ് നടന്നിട്ടുള്ള പല സമരങ്ങളിലും ഇതുപോലെ പ്രതിപക്ഷവും മറ്റു പല രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ സമരങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ആ ഏറ്റെടുക്കുമ്പോഴൊക്കെ തന്നെ ആ സമരങ്ങൾ വേണമെങ്കിൽ അതിന്റെ ചർച്ച നടത്തുകയും അതിലേക്ക് ഒരു ഒത്തുതീർപ്പിലെത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഏറ്റെടുക്കാൻ കഴിയുന്ന കാര്യമാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഏത് പ്രതിപക്ഷ പാർട്ടികൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ CR സൂചിപ്പിച്ച പോലെ അവർക്ക് ചില ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. പക്ഷെ എങ്കിൽ പോലും അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവം. പക്ഷേ അതിനുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ആർജവം അവർ കാണിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, നമ്മളിപ്പോ ഇതിന്റെയൊക്കെ പുറകിൽ ആരെങ്കിലും ഉണ്ടാകും, അത് അങ്ങനെ ഇല്ലാതെ സംഭവിക്കില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നതിന്റെ കാര്യം ഈ മാറിയ ലോകത്തെ കുറിച്ച് നമുക്ക് വലിയ ധാരണകൾ ഇല്ലാത്തതുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ പറയും. ഉദാഹരണത്തിന് നമുക്കറിയാം, ഒരു പണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി പെട്ടെന്ന് അധികാരത്തിലേക്ക് വരുന്നത് NT രാമറാവു നയിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു. അദ്ദേഹം അതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം സിനിമകളിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമേജ് വെച്ചിട്ടാണ് അത് നടന്നത്. പക്ഷെ അതിനുശേഷം ആം ആദ്മി പാർട്ടി വരികയും അതിനുശേഷം TVKയുടെ വിജയ് വരികയും ഒക്കെ ചെയ്തപ്പോൾ അവരൊക്കെ തന്നെ നമ്മൾ അമ്പരപ്പിച്ചു. ഇത് പക്ഷെ ഇന്ത്യയിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ലത്. ഇപ്പൊ നേപ്പാളിൽ ബാലേന്ദ്ര ഷായും മറ്റേ ബംഗ്ലാദേശിലും അതുപോലെ തന്നെ 2022 ശ്രീലങ്കയിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. കൂടാതെ നമ്മൾ മറ്റു പല ലോകരാജ്യങ്ങളിലേക്കൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ തന്നെ പൊടുന്നനെ ഇപ്പൊ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും അതിനോടനുബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവുകയും, ചിലപ്പോൾ തെറ്റാകാൻ ശരിയാകാം, റൈറ്റ് വിംഗ് രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ള ആളുകളുണ്ട്. അതുപോലെ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ തുരത്തണം എന്ന് പറയുന്ന സംഘടനകൾ ഉണ്ടാവുന്നു. അവരൊക്കെ തന്നെ വലിയൊരു തരംഗമായി മാറുന്നതൊക്കെ തന്നെ നമ്മൾ കാണാം. അപ്പൊ അത്തരത്തിൽ പഴയ ഒരു കാലം പോലെ നിങ്ങളൊരു യൂണിറ്റ് കമ്മിറ്റി ഉണ്ടാക്കി, ഒരു ലോക്കൽ കമ്മിറ്റി ഉണ്ടാക്കി, അതിന്റെ മുകളിൽ ഒരു മണ്ഡല കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ ഒക്കെ ഉണ്ടാക്കി എന്ന് പറയുന്ന ലെവലിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു യോജിപ്പിന്റെ ഒന്നും ആവശ്യമില്ല. പകരം ഇപ്പോ നമുക്കറിയാം, ഇപ്പൊ കഴിഞ്ഞ 2024 ലോകത്തിലെ ഇലക്ഷൻ തന്നെ അറിയപ്പെട്ടത് ടിക്ടോക്ക് ഇലക്ഷനിലാണ്. എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയുള്ള സ്വാധീനം വളരെ വലിയ തോതിൽ ആളുകളെ സ്വാധീനിക്കാനും അതിലൂടെ ആളുകൾക്ക് ഈ നേതാവ് കൊള്ളാം, ഈ നേതാവ് ആർജവത്തോടുകൂടി നിൽക്കുകയാണ്, അതിന്റെ പിന്നിൽ വെസ്റ്റേൺ ഇൻട്രസ്റ്റുകളൊന്നുമില്ല, കാരണം ഇത് സിൻസിയറും ഓണസ്റ്റുമായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ ഇന്ന് ഒരാൾ വന്നിരിക്കുന്നു എന്ന് പറയുന്ന തോന്നൽ ഉണ്ടാകാനോ ഒക്കെ നിമിഷങ്ങളുടെ അല്ലെങ്കിൽ മണിക്കൂറുകളുടെ മാത്രം സമയം മതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ തന്നെ ഈ നമ്മുടെ അഭിജിത് ദീപ്കെ തന്നെ അവിടെ നിന്ന് വരുമ്പോൾ ജനം നോക്കുന്നത് എന്താണ്? ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ഒരാൾ, വേണമെങ്കിൽ അവിടെ തന്നെ സെറ്റിൽ ചെയ്ത് ജീവിതം കുറെ കൂടി സുഖകരമായി കൊണ്ടുവരാൻ കഴിയുന്ന ഒരാൾ. അപ്പൊ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കോഴ്സിന് വേണ്ടി റിയലായി ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്നു, ഞങ്ങൾക്ക് അതിനുവേണ്ടി ഒന്നും വേണ്ട, പക്ഷെ നിങ്ങളൊരു സിസ്റ്റത്തെ ശരിയാക്കിയാൽ മതി എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ പുറകെ ആളുകൾ കൂടുന്ന അല്ലെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് വരാനിരിക്കുന്നത്. ഇത് നമ്മൾ വളരെ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും ഒക്കെ തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകളെ ആകർഷിച്ചുകൊണ്ട് പെട്ടെന്ന് ഉയരങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതകൾ ലോകത്ത് മുഴുവനുണ്ട്. അത് തന്നെയാണ് ഇവിടെയും കണ്ടത്. അല്ലാതെ അതിന്റെ പുറകിൽ നമ്മൾ മറ്റൊന്നും തിരയേണ്ടതില്ല. അങ്ങനെ തിരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ പോലെ വലിയ ഒരു രാജ്യത്തിന്, വലിയ സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്തിന് സ്വാഭാവികമായിട്ടും ആരെങ്കിലും ഫണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കത് കണ്ടുപിടിക്കാൻ വേണ്ടിയിരിക്കും. കാരണം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചീറ്റിപ്പോവാണ് ചെയ്തിട്ടുള്ള ആരോപണങ്ങൾ. ഇപ്പൊ ഉദാഹരണത്തിന് ആദ്യം നമുക്കറിയാം, പാറ്റ പാർട്ടിയെ സംബന്ധിച്ച് പറഞ്ഞത് 97% പേർ പാകിസ്ഥാനിൽ നിന്നുള്ള ഫോളോവേഴ്സ് ആണെന്നാണ്. അവരത് തെറ്റാണെന്ന് പറയുകയും 97.6% പേർ ഇന്ത്യയിൽ നിന്നാണെന്ന് അവർ തെളിയിക്കുകയും ചെയ്യും, ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ്. അപ്പൊ അത് കൂടാതെ അവർ ദേശദ്രോഹികളാണ്, മറ്റു ഫണ്ട് അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഇത്തരം ആരോപണങ്ങൾക്ക് അവർ മറുപടി പോലും പറഞ്ഞ സമയം കളഞ്ഞില്ല. പകരം അവരെന്താണോ ചെയ്യേണ്ടത് അതിന്റെ പുറകെ മാത്രം സഞ്ചരിക്കുകയും അതിൽ വലിയ സക്സസ്ഫുൾ ആവുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതിന് വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ വലിയ മാറ്റം കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇപ്പൊ ഇതിന്റെ വിശദാംശങ്ങളിലൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പൊ മറ്റു പല രാജ്യങ്ങളിൽ ഇപ്പൊ 2001 മുതൽ 2021 വരെ അമേരിക്കയിൽ കുറ്റവാളികളുടെ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്, 700-ലധികം. അപ്പൊ അതൊക്കെ തന്നെ ഇൻഡിവിജ്വലി വീടുകളിൽ ഇരുന്ന് ഗെയിം കാണുകയും മറ്റു പ്രോഗ്രാംസ് കണ്ട് റാഡിക്കലൈസ് ചെയ്ത് പോയവരാണ്. അപ്പൊ അതുപോലെ നെഗറ്റീവായ കാര്യങ്ങളിലേക്ക് കുട്ടികൾ പോകാമെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടി ഇത് ഈ സോഷ്യൽ മീഡിയ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ട് കൂടിയാണ് ഞാൻ ഇതിനെ കാണുന്നത്. സാർ, ഇപ്പൊ ഇതില് ഈ വിഷയത്തില്
ഒരു വിലയിരുത്തൽ, നമ്മൾ പൊതുവെ കാണുന്ന ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് മുട്ടുമടക്കിയിരിക്കുന്നു സർക്കാരിനെ, വിജയിച്ചിരിക്കുന്നത് CJP ആണ് എന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറം ഇത് യഥാർത്ഥത്തിൽ BJPയുടെ കൂടെ വിജയമാണ്. കാരണം മോദിയുടെ ഭരണകൂടത്തിൽ ജനാധിപത്യം നടക്കും, അദ്ദേഹം സ്ട്രീറ്റുകളെ, തെരുവുകളെ കേൾക്കും, പ്രതിഷേധങ്ങളെ മനസ്സിലാക്കും എന്നൊക്കെയുള്ളൊരു നെറേറ്റീവ് ഇപ്പം BJP അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് CJPയുടെ വിജയമാണെന്ന് യഥാർത്ഥത്തിൽ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാസ്തവത്തിൽ രാഷ്ട്രീയം അറിയില്ല എന്നാണ് ഈ BJP ഹാൻഡിലുകൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചരണം എന്ന് പറയുന്നത്. ആം ആദ്മി പാർട്ടിയുടെ ആദ്യകാലത്ത് അതിൻ്റെ ഭാഗമായിട്ട് നിന്ന ഒരാളെന്ന നിലയിൽ അറിയാം എങ്ങനെയാണ് 2014 BJP അധികാരത്തിൽ വരുന്നത്. പിന്നീട് BJP അധികാരത്തിൽ വരുമ്പം കോൺഗ്രസ് മൊത്തത്തിൽ വാഷ്ഡ് ഔട്ട് ആയി അവിടെ ആം ആദ്മി പാർട്ടി വളർന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഭാവി രാഷ്ട്രീയത്തിൽ ഈ സമരം എന്ത് പ്രതിധ്വനികളാണ് രൂപപ്പെടുത്തുക? ഭാവി രാഷ്ട്രീയം, ഞാൻ ഒരു പ്രവാചകനൊന്നുമല്ല, പക്ഷേ നമുക്ക് ഇതുവരെയുള്ള അനുഭവം വെച്ച ഒരു കാര്യം പറയാം. ഇപ്പൊ BJP ഹാൻഡിലുകൾ വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ്, അല്ലെങ്കിൽ വീണത് വിദ്യ എന്നൊക്കെ പറയില്ലേ നമ്മുടെ നാട്ടിൽ. വീണത് വിദ്യ എന്ന് പറയുകയാണ്. ഇപ്പോഴും ഒരു വശത്ത് നിന്ന് ഇവര് പാകിസ്ഥാൻ ചാരന്മാരാന്ന് പറയും. അവരേക്ക് പാകിസ്ഥാൻ ചാരന്മാരെ വിളിച്ചിരുത്തി മോദിയുടെ ആളുകൾ ചർച്ച ചെയ്ത് തീരുമാനം എടുത്തല്ലോ. എന്തായാലും അതവിടെ നിൽക്കട്ടെ. മോദി ഇത് BJPയുടെ വിജയമാണ്, ഇവിടെ ജനാധിപത്യമുണ്ട് എന്നൊക്കെയാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അതൊക്കെ ജനങ്ങൾക്ക് അറിയാം. കാരണം മോദിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇത് മാത്രമല്ല, ഇതൊരു ചെറിയ കാര്യമാണ്. മോദിയെ സംബന്ധിച്ചിടത്തോളം അയോധ്യയിലെ കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളുണ്ട്. മോദി RSS തമ്മിലുള്ള ബന്ധത്തിലെ ഉരസലുകളുണ്ട്. മോദി യോഗിയും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയാലോ 2024 വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് പറഞ്ഞ മോഡിയാണ് അവർ വലിയ തോതിൽ പുറകോട്ടടിക്കുകയാണ് ചെയ്തത്. UPയിലടക്കം അവർ വലിയ തോതിൽ പുറകോട്ട് പോയി. ഇനിയിപ്പോൾ ഞാൻ EVM അല്ലെങ്കിൽ SIRന്റെ ഒന്നും ഇപ്പോൾ കാര്യത്തിൽ ഞാൻ കടക്കുന്നില്ല. എന്തായാലും മോദിയുടെ ജനപിന്തുണയിൽ കുറവുണ്ട് എന്ന് നമ്മളെക്കാൾ നന്നായി അറിയാവുന്നവർ സംഘപരിവാറാണ്. ഇതിന്റെ ഒരു നിയന്ത്രണം സംഘപരിവാർ ഏറ്റെടുക്കുന്ന ഒരവസ്ഥ വന്നാൽ അത് വേറെയാണ്. ഈ വിഷയത്തിൽ ഞാൻ കണക്കാക്കുന്നത് സംഘപരിവാറിനും അത്ര തൃപ്തിയായിട്ടില്ല ഈ സമരത്തെ നേരിട്ട രീതിയോട്. കാരണം അവർ ജനാധിപത്യ വിശ്വാസമുള്ളത് കൊണ്ടല്ല, ഇത് വലിയ തോതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഭാവി എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിനാണ് യഥാർത്ഥത്തിൽ ഇത് നൽകുന്ന മുന്നറിയിപ്പ് എന്നാണ് ഞാൻ കാണുന്നത്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനാധിപത്യത്തിൽ പ്രതിപക്ഷം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന് ഈ യൂത്തിനെ അഡ്രസ് ചെയ്യാൻ കഴിയും. ഈ കഴിഞ്ഞ കാലത്ത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ടിട്ടുള്ളത് യൂത്തിനെ അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞവർ വലിയ വിക്ടറി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. 2014 19 ഒരു പരിധി വരെയും മോഡിക്ക് യൂത്തിനെ അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ 2024 എത്തിയപ്പോൾ മോഡിയുടെ ആ ഒരു സ്വീകാര്യത വലിയ തോതിൽ കുറഞ്ഞു പോയി. ഇപ്പോൾ ഞാൻ ഓർക്കുന്ന കേരളത്തിൽ ഇലക്ഷൻ എടുത്താൽ 2006 അച്യുതാനന്ദനെ യൂത്തിനെ അഡ്രസ് ചെയ്ത് എങ്ങനെയോ യൂത്ത് അച്യുതാനന്ദന്റെ കൂടെ നിന്നു എന്ന് എനിക്കറിയാം. അതുപോലെ 2026 നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും യൂത്ത് സതീശന്റെ കൂടെ നിന്നു. യാതൊരു സംശയം എനിക്കില്ല. കാരണം ഞാൻ യൂത്തുമായിട്ട് ആ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ രാഷ്ട്രീയം ഒന്നും അറിയില്ല. അതൊരു പ്രത്യേകതയാണ്. അത് ഇനിയും നാളെ വേറൊരാൾ വന്നാൽ നേരത്തെ രതീഷ് പറഞ്ഞ പോലെ അത് അവരുടെ കൂടെയും പോകും. ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരാളുടെ കൂടെ സ്ഥിരം നിൽക്കുന്നൊന്നുമല്ല യൂത്ത്. അപ്പം യൂത്തിന്റെ ആ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമോ? രാഹുൽ ഗാന്ധിയാണല്ലോ ഇപ്പോൾ പ്രതിപക്ഷത്തെ നേതാവ് നമ്മൾ പറയുന്നത്. രാഹുൽ ഗാന്ധിക്ക് വ്യക്തിപരമായി അത് കഴിഞ്ഞേക്കും. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പരിമിതികൾ ആണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ പരിമിതി. കോൺഗ്രസ് ആണ് അദ്ദേഹത്തിന്റെ പരിമിതി, അത് യാതൊരു സംശയമില്ല. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും അഖിലേന്ത്യാ തലത്തിൽ അങ്ങനെ വളർന്നു വന്ന് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ആളുകളില്ല ഇന്ത്യയിൽ. ഇപ്പം ഇടതുപക്ഷമാണെങ്കിലൊക്കെ വളരെ ദുർബലമാണ്. ബാക്കിയൊക്കെ പ്രാദേശിക കക്ഷികളാണ്. ഇടതുപക്ഷമൊക്കെ ഏതാണ്ട് ഒരു പ്രാദേശിക കക്ഷികളുടെ പോലെയാണ് നിൽക്കണേ. അതുകൊണ്ട് BJPക്കെതിരായ ഈ മൂവ്മെന്റ്, ഇതിനെ യൂത്തിനെ എങ്ങനെ അബ്സോർബ് ചെയ്യാൻ പ്രതിപക്ഷത്തിന് കഴിയും എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ള വെല്ലുവിളി. ഇനി അടുത്ത് വരാൻ പോണ രാഷ്ട്രീയത്തിൽ അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഒരിക്കലും CJP ഈ ആം ആദ്മി പോലെ ഒരു പാർട്ടിയായി വന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളല്ല ഞാൻ. അതിൻ്റെ ഒരു പോക്ക് അങ്ങനെയല്ല. അത് ഏതാണ്ട് IAC പോലെയാണ് അത് പോണത്, ഈ ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ. പക്ഷേ അതിൽ നിന്ന് ആം ആദ്മി പാർട്ടി ഉണ്ടാകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. IACയിൽ നിന്ന് വിട്ടിട്ടാണ് അവർ ആം ആദ്മി ഉണ്ടാവുന്നത്. അവർ IACയുടെ ഭാഗമായി വരികയും ഒരു സമയത്ത് വിട്ടുപോയി. ഇനി അങ്ങനെ ഏതെങ്കിലും മൂവ്മെന്റ് ഇതിൽ നിന്ന് ഉണ്ടാകുമോ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടായ ഒരു പൊളിറ്റിക്കൽ പാർട്ടി രൂപപ്പെടും. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, ഈ സമരം ചെയ്യുന്ന പോലെയല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങൾ വേണം. ഇപ്പോൾ കമ്മിറ്റികളും കാര്യങ്ങളും പൈസയൊക്കെ വേണം. ഇപ്പോൾ വിജയ് ജയിച്ചു അത്ഭുതം എന്ന് പറഞ്ഞാലും വിജയ്ക്ക് മന്ത്രങ്ങളുണ്ടായിരുന്നു. അയാളുടെ വേറെ തരത്തിലുള്ള സംഘടനാ രീതികളുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഘടനാ രീതി CJPക്ക് വരുമോ? അല്ലെങ്കിൽ അങ്ങനെ സംഘടനാ രീതിയിലുള്ള വേറൊരു പാർട്ടി വരുമോ? കാരണം തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ ആളുകളെ കൊണ്ടുപോയി വോട്ട് ചെയ്യിക്കാൻ വേണം. മാസ് വോട്ട് കൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പ് ജയിക്കില്ല.
കുറെ വോട്ട് കിട്ടും. ആം ആദ്മിക്ക് 2014 കേരളത്തിൽ കുറെ വോട്ട് കിട്ടി. ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച ഒരാളാണ്. പക്ഷെ ആ വോട്ടൊക്കെ എവിടെ പോയി ആർക്കും വരില്ല. കാരണം അത് കുറെ വോട്ട് കിട്ടും. 50,000 വോട്ടൊക്കെ എറണാകുളം മണ്ഡലത്തിൽ നിന്ന് കിട്ടി. അതൊക്കെ വരും. പക്ഷെ അതൊക്കെ പിന്നെ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. അതുപോലെ ഇനിയും സംഭവിക്കാം. പക്ഷേ പ്രതിപക്ഷത്തിന് കൊടുക്കുന്നൊരു സന്ദേശമാണ്, ഇവിടെ അസ്വസ്ഥരായ ഒരു യുവ സമൂഹമുണ്ട്, അവരെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഈ BJP സർക്കാരിനെ മാറ്റി പുതിയൊരു സർക്കാരിനെ കൊണ്ടുവരാൻ കഴിയും. ഇതാണ് എൻ്റെ വിലയിരുത്തൽ. തീർച്ചയായിട്ടും ഇവിടെ കമ്മ്യൂണിക്കേഷൻ, അതായത് യുവജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിന് പ്രതിപക്ഷ പാർട്ടികൾക്ക് പറ്റുന്നില്ല, CJP വേണ്ടി വന്നു. അപ്പോൾ അമിത്ഷാ ഇദ്ദേഹം രാജിവെച്ചതിന് ശേഷം ധർമ്മേന്ദ്ര പ്രധാൻ ഈ യൂത്തിൻ്റെ സെൻറ്റിമെൻറ്റിനെ ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കാരണം തിരിച്ചറിയാതിരിക്കാൻ പറ്റില്ല. 2014 BJP അധികാരത്തിൽ കൊണ്ടുവന്നതിൽ യൂത്തിൻ്റെ ഒരു പങ്കാളിത്തം കൂടി ഉണ്ടല്ലോ. അപ്പോൾ രതീഷ് ഭായ്, ഇതിൽ ഈ ഭാവിയിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ എന്തായിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ? ഈ സമരം ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും? ഈ സമരം തീർച്ചയായിട്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവാണ് ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതിന് തൊട്ടു മുമ്പ് പോലെയുള്ള ഒരു ദിവസങ്ങളിൽ നമ്മളൊക്കെ സാധാരണ ഒരു രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകളൊക്കെ തന്നെ കരുതിയിരുന്ന ഒരു കാര്യം എന്താണ്, 2024 ആരും പ്രതീക്ഷിക്കാത്തതുപോലെ തന്നെ, അല്ലെങ്കിൽ കുറച്ചാളുകൾ മാത്രം പ്രതീക്ഷിച്ചതുപോലെ തന്നെ BJPയുടെ വോട്ടുകൾ 63 കുറയുകയും അവരുടെ വോട്ടിംഗ് പെർസെന്റേജിൽ വലിയ കുഴപ്പമുണ്ടാകുകയും ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പോലും മോദി ആ പ്രതിസന്ധി അതിജീവിച്ചത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും മറ്റു നിരവധി സംസ്ഥാനങ്ങളിലും വലിയ വിജയം നേടുകയും ഏറ്റവും ഒടുവിൽ അത് പശ്ചിമ ബംഗാളിൽ വരെ എത്തി നിൽക്കുകയും ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ്. പക്ഷെ അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് അടുത്ത 25 കൊല്ലത്തേക്ക് 30 കൊല്ലത്തേക്ക് BJP ഭരിക്കും എന്നുള്ളതൊക്കെയാണ് വിചാരിക്കുന്നതെങ്കിൽ നേരത്തെ ഗൗതം പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വീടെടുത്ത് കിടന്ന് ഉരുളുകയും യഥാർത്ഥത്തിൽ വീടത്ത് വിദ്യയാക്കുകയും ചെയ്യുന്ന വെറും മണ്ടൻ പരിപാടികളാണ് BJP കാണിച്ചുകൊണ്ടിരിക്കുന്നത്. BJP ഇപ്പൊ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? താങ്കളൊന്ന് ആലോചിച്ച് നോക്കി. അതായത് ഒരു അച്ഛൻ വന്നിട്ട് മകൻ ഒരു അടിയടിക്കുമ്പോൾ മകൻ എന്ത് ചെയ്യും? നാളെ പോലെ തെറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പറയണേ, കാരണം അച്ഛന് നേരത്തെ അടിച്ചാൽ മതിയായിരുന്നു, ഞങ്ങൾ നന്നായാലേക്ക് എന്ന് പറയുന്ന പോലെ തന്നെ ഇവരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നേരത്തെ സമരം ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ കുറെ കൂടി ജനാധിപത്യപരമായിട്ടുള്ള പാർട്ടിയായി മാറിയാണെന്നാണ്. എന്തൊരു അസംബന്ധമാണത്. അപ്പൊ അത്തരം അസംബന്ധങ്ങളിലേക്ക് ഇവര് പോലും നടന്നു ചെല്ലുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പൊ അമിത്ഷാ പറഞ്ഞേക്കുന്ന ഈ ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള വാക്കുകളുടെയും ഒക്കെ കാരണം യഥാർത്ഥത്തിൽ ഈ ഞാൻ വിചാരിക്കുന്നത് പ്രതിപക്ഷത്തിന് മാത്രമല്ല ഭരണപക്ഷത്തിന്റെയും ഒക്കെ തന്നെ നിലനിൽപ്പിന് വലിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് പുതിയ രാഷ്ട്രീയ പാർട്ടികൾ ഉയർന്നു വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. കാരണം രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ പണം വേണം എന്നുള്ളതാണ്. അപ്പൊ പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമാണ്, ഈ സമരത്തിന്റെ വിജയം കൊടുത്തിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഭരണപക്ഷത്തോട് നിങ്ങൾക്ക് 30 കൊല്ലം പോയിട്ട് 3 മാസം പോലും തികച്ചു ഭരിക്കാൻ പറ്റില്ല, ഞങ്ങൾ വെറുപ്പിച്ചുകൊണ്ട് എന്നൊരു മെസ്സേജാണ് ഈ യുവജനങ്ങൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ തൊട്ടടുത്ത സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ പ്രതിപക്ഷത്തിനടക്കമുള്ള പാർട്ടികൾ നിങ്ങളിലേക്ക് ഞങ്ങൾ വരാത്തതെന്താണ്, കാരണം നിങ്ങൾക്ക് ഒരു ആത്മാർത്ഥത ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ ഒപ്പം നിൽക്കാത്തത് എന്ന് പറയുന്ന ഒരു വലിയ 2 മെസ്സേജുകളാണ് കൊടുത്തേക്കുന്നത്. ആ മെസ്സേജുകൾ എന്ന് പറയുന്നത് ഇപ്പൊ ലോകരാജ്യങ്ങളിലൊക്കെ തന്നെ മറ്റു പല രാജ്യങ്ങളിൽ, ഞാനിപ്പോ ഉദാഹരണങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല, അത്തരത്തിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദമല്ല രാഷ്ട്രീയ പാർട്ടികൾ നേരിടുന്നുണ്ട്. അത് ഇന്ത്യ പോലെ ഏറ്റവും വലിയ ജനാധിപത്യ സമ്പ്രദായത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടികൾ കൂടി നേരിടാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് വളരെ ക്രൂഷ്യലായിട്ടുള്ള പല മാറ്റങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനി ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇത് തീർത്തും വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ് എന്നുള്ളത് പറയാതെ. എന്തായാലും മോദിയുടെയും ഭരണകൂടത്തിൻ്റെയും പൊള്ളത്തരങ്ങളെ CJP തുറന്നു കാണിച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മോദിയുടെ നെഞ്ചിൽ വെടിയുണ്ട കൊണ്ടുവന്നാണ് ഈ സമരത്തിനെ അനുകൂലിക്കുന്ന, ഈ വിജയത്തിനൊപ്പം നിൽക്കുന്ന ആളുകളൊക്കെ ആലങ്കാരികമായിട്ടെങ്കിലും പറയുന്നത്. അതെന്ത് തീർച്ചയായിട്ടും ഭരണകൂട അനുഭാവികൾക്ക് പറയാനായിട്ട് സാധിക്കില്ല. അവർ ജോർജ് സോറോസിലേക്കും ചൈനയിലേക്കും പാകിസ്ഥാനിലേക്കൊക്കെ പോകും, അവരത് പോകട്ടെ. പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകൾ നിരത്തണം എന്നാണ് പറയാനുള്ളത്. അവർ മറന്നു പോകാൻ പാടില്ലാത്തൊരു സംഗതി, നിങ്ങൾ 2014 അധികാരത്തിൽ വരുന്നതും ഈ രീതിയിലല്ലെങ്കിലും മറ്റൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പം ഭരണകൂടത്തെ തിരുത്താൻ പ്രതിഷേധങ്ങളും സമരങ്ങളും ഈ രാജ്യത്ത് അനിവാര്യമാണെന്നാണ് CJP നമ്മളെ പഠിപ്പിക്കുന്നത്.